സിനിമ എന്തായാലും കൂട്ടായ ഒരു അതായത് ഡയറക്ടറുടെ മനസ്സിനൊപ്പം ചിന്തിക്കുന്ന ഒരു പറ്റം കലാകാരന്മാർ അവരുടെ സപ്പോർട്ടില്ലാണ്ട് സിനിമ ചെയ്യാൻ സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ അത് തിരിച്ചറിഞ്ഞ് അത് കറക്റ്റായിട്ടുള്ള ഇത് ചെയ്യാൻ പറ്റുന്നവനാണ് ഡയറക്ടർ. അതായത് ഒരാളുടെ അതായത് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കുന്നത് ഒരു DOP ചെയ്തു തരണം, അല്ലെങ്കിൽ ഒരു എഡിറ്റർ ചെയ്തു തരണം. എല്ലാവരുടെ അടുത്തു നിന്നും കറക്റ്റായിട്ടുള്ള ബ്ലെൻഡായിട്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമ്പോഴാണ് അതാണ് ഡയറക്ടറുടെ വിജയമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. എല്ലാവരും ഒരേപോലെ വർക്ക് ചെയ്താലേ നല്ല സിനിമ ഉണ്ടാവുകയുള്ളൂ. എല്ലാവരും അഭിനേതാക്കളായാലും ഇപ്പം നമ്മുടെ പ്രൊഡക്ഷനിലെ നമുക്ക് ഭക്ഷണം തരുന്ന ആൾക്കാരായാലും പോലും എല്ലാവരും ഒരേ മനസ്സോടെ വർക്ക് ചെയ്താൽ മാത്രമേ നല്ല സിനിമ ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ എല്ലാ ഇടത്തുനിന്നും ഒരേപോലെ സപ്പോർട്ട് കിട്ടണം. എല്ലാവർക്കും ഒരേപോലെ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഒരേപോലെ ഇതിനുള്ള സ്വാതന്ത്ര്യം എൻ്റെ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണം കൊടുക്കുന്ന ഒരാൾ ഒരു ഹ്യൂമറിൻ്റെ ഒരു ചെറിയ പീസ് കൊണ്ടുവന്ന് തന്നാൽ പോലും അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയത്. ഓരോ ഹ്യൂമറിൻ്റെ ആൾക്കാരിപ്പോൾ തിയേറ്ററിൽ കാണാൻ ചിരിച്ചു മറിയുന്ന ഓരോ സാധനങ്ങളും എൻ്റെ മാത്രമോ അല്ലെങ്കിൽ എൻ്റെ റൈറ്ററുടെ മാത്രമോ അല്ല, ആർട്ടിസ്റ്റിൻ്റെ ഉണ്ട്, നമ്മളുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന എല്ലാവരും ഇതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയമായിട്ട്. എൻ്റെ ക്രൂ ആണ് ഈ വിജയത്തിൻ്റെ ഏറ്റവും വലിയ. ധാരാളം പ്രതിസന്ധികളുണ്ടായിരുന്നു, പക്ഷേ ഞാനതൊക്കെ എല്ലാം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണിപ്പോൾ. വളരെയധികം, അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ 3 വർഷം 1 വർഷത്തോളം നമ്മൾ സ്ക്രിപ്റ്റിലിരുന്ന്, പിന്നെ അതിന് ശേഷം 2 വർഷത്തോളം പ്രൊഡ്യൂസർമാർക്കും അല്ലെങ്കിൽ എനിക്ക് ആർട്ടിസ്റ്റിന് വേണ്ടി വലിയ സമയം കളയേണ്ടി വന്നിട്ടില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ സിനിമയിലെ മെയിൻ വേഷം അഭിനയിച്ച ബിജു അല്ലെങ്കിൽ അജു, ടിനി ടോമും എന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ ഓപ്പൺ ഡേറ്റ് പോലെ ഈ സിനിമ എന്ന് നടന്നാലും ഞങ്ങളുണ്ടാവും എൻ്റെ കൂടെ. അത് ഒരു ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ട് എനിക്ക് വലിയ കാര്യമായിട്ട് അലയേണ്ടി വന്നിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് അതിൽ ബുദ്ധിമുട്ടുകളുണ്ടായിട്ടില്ല. 1-2 ചെറിയ ഇപ്പോൾ ഹീറോയിന് വേണ്ടിയിട്ട് കുറച്ച്, അല്ലാതെ ഇവരെല്ലാവരും ഈ ആർട്ടിസ്റ്റുകളെല്ലാം അത് ഞാൻ ആദ്യം കാസ്റ്റ് ചെയ്ത എല്ലാവരും നമ്മുടെ ഒപ്പം എപ്പോൾ ചോദിച്ചാലും ഡേറ്റ് തരുന്നുള്ളൊരു അവസ്ഥയിലുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡ്യൂസർ ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട്. പ്രൊഡ്യൂസറായി ഒരു പ്രൊഡ്യൂസർ അഡ്വാൻസ് കൊടുത്തു, അല്ലെങ്കിൽ കമ്മിറ്റ് ചെയ്തു, അതിനുശേഷം പിന്മാറുന്നു. പിന്നെ വേറെ പ്രൊഡ്യൂസർമാരാരും, അതായത് ആ പ്രൊഡ്യൂസർ എന്താ മാറിയെന്ന് ചോദിച്ചിട്ടാണ് പിന്നത്തെ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അതായത് വളരെയധികം ബുദ്ധിമുട്ട്. പിന്നെ എൻ്റെ ടെക്നീഷ്യൻ ക്രൂ ഇതാരുമായിരുന്നില്ല ആദ്യം ഞാൻ ഫിക്സ് ചെയ്തിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങളിൽ എല്ലാവരും ഓരോരുത്തരായിട്ട് പിൻവലിഞ്ഞു. ഈ ഒരു ക്രൂവേ ആയിരുന്നില്ല, ഇതിൽ ആരും തന്നെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ഇതാണ് എൻ്റെ യഥാർത്ഥ ക്രൂ. എൻ്റെ എല്ലാ പ്രതിസന്ധികളിലും എന്നോടൊപ്പം നിന്ന, അതാണ് എനിക്ക് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും അതാണ് എനിക്ക് എൻ്റെ പ്രൊഡ്യൂസറോട് തോന്നുന്നുള്ള ഏറ്റവും വലിയ ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നത്. അതായത് ഒരു ബിസിനസ്സുകളും നടത്താതെയാണ് ഈ സിനിമ തിയേറ്ററിലെത്തിച്ചത്. ഒരു ബിസിനസ്സും നടത്താൻ പറ്റിയില്ല, അല്ലെങ്കിൽ പക്ഷേ എന്നിലുള്ള അദ്ദേഹത്തിൻ്റെ ഉള്ളാട്ടിൽ ശശിസാർ എന്ന് പറഞ്ഞ ആളുടെ വിശ്വാസമാണ് ഈ തിയേറ്ററിൽ എത്തും. ഒന്നും നോക്കണ്ട, നമുക്കിനി ബിസിനസ് ഒന്നും നോക്കണ്ട, നമുക്ക് തിയേറ്ററിൽ വന്നു കഴിഞ്ഞിട്ട് കാണാം. പുള്ളിയുടെ ആ വിശ്വാസം, പുള്ളിയാണ് ഈ സിനിമയുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണക്കാരൻ. ഈ സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഏറ്റവും കൂടുതൽ പെയിനെടുത്ത് ഒരു ബിസിനസ്സും നടത്താതെ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് ഈ സിനിമ ജനങ്ങളിലേക്ക് എത്തിച്ചത് അദ്ദേഹമാണ്, ഉള്ളാട്ടിൽ ശശി സാറാണ്. ഞാൻ സോഷ്യൽ ഇതിൽ അത്ര സജീവമല്ലാത്ത ഒരാളാണ്. പക്ഷേ ഇതിന് ശേഷം ഞാനിപ്പോൾ നമ്മളുടെ സിനിമയെ ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് സ്ഥിരമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മുടെ സിനിമയ്ക്ക് നെഗറ്റീവ് ആരും തന്നെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഞാനിങ്ങനെ ഒന്നും തന്നെ എനിക്കിതുവരെ കണ്ടെത്താൻ, എല്ലാവരും പറയുന്നത് തന്നെയാണ്. സാധാരണ ഏത് സിനിമ ഇറങ്ങിയാലും ഒരു വിഭാഗം ആൾക്കാർ, ഒന്നാമത്തെ അങ്ങനൊരു ഇത് പറയാനുള്ള അതായത് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ബിജുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സിനിമ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇതെല്ലാം വരുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സെൻസർ ചെയ്ത അതേ കോപ്പി തന്നെയാണ്, അതിൽ ഒരു വ്യത്യാസവും വരുത്താതെ ക്ലീൻ യൂസ് സർട്ടിഫിക്കറ്റ്. സെൻസർ ഓഫീസർമാരൊക്കെ പടം കണ്ടു കഴിഞ്ഞിട്ട് വന്നിട്ട് ഇത്രയും ക്ലീൻ ആയിട്ടുള്ളൊരു സിനിമ ഞങ്ങൾ കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുകയാണ്, നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ, ഇത് ഒരു അവിടെ നിന്നാണ് എനിക്ക് ഏറ്റവും ആദ്യം കിട്ടുന്ന അപ്രീസിയേഷൻ, ഏറ്റവും ആദ്യം അവിടെ നിന്ന് കിട്ടിയത്. പക്ഷേ അവർ ആദ്യം എന്നെ പേടിപ്പിച്ചിട്ടാണ് പറഞ്ഞത്. ആദ്യം കുറച്ച് ഇതൊക്കെ ടൈം ലാഗിട്ട് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. എൻ്റെ അടുത്ത് പറഞ്ഞ് വളരെ നല്ല സിനിമ, നിങ്ങൾ ധൈര്യമായിട്ട് കുടുംബസമേതം എല്ലാവർക്കും
അശ്ലീല ഇതുമില്ലാത്ത ഒരു നല്ല സിനിമയിൽ നിന്ന് അവിടെ നിന്നാണ് എനിക്ക് ഏറ്റവും ആദ്യം ഇത് കിട്ടിയത്. അല്ല, എനിക്ക് ചെറുപ്പം മുതലേ ഈ സിനിമോട്ടോഗ്രാഫിയോട് വല്ലാത്തൊരു, അല്ല ഞാൻ ഫോട്ടോഗ്രാഫിയോട് വല്ലാത്തൊരു ഇത് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. ചെറുപ്പം മുതലേ ക്യാമറ അപ്പച്ചൻ വഴി ക്യാമറ വാങ്ങിക്കുകയും അത് കഴിഞ്ഞിട്ട് ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു എന്നുള്ളത് സ്റ്റുഡിയോയിൽ പോയി പഠിക്കുകയും, ഒരു തൊട്ടടുത്തുള്ള സ്റ്റുഡിയോയിൽ പോയി പഠിക്കുകയും, അതിനുശേഷം ഇത് പഠിക്കാനുള്ള ആഗ്രഹം വിട്ട് ഞാൻ ട്രിവാൻഡ്രത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചേരുകയും അവിടെ നിന്ന് പക്ഷേ എനിക്ക് കാര്യമായിട്ടുള്ള ഗുണങ്ങളൊന്നും ഉണ്ടായില്ല. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി വലിയ ഗുണങ്ങളൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും തിരിച്ചു വന്നതിന് ശേഷം എൻ്റെ അപ്പച്ചൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഞാൻ നമ്മുടെ മനോരമ ഇതിൽ ഇപ്പോൾ ഉള്ള PJ ചെറിയാൻ എന്ന് പറഞ്ഞ ക്യാമറമാൻ വഴിയാണ് ഞാൻ സാലു ജോർജ് എന്ന ക്യാമറമാൻ്റെ അടുത്തെത്തുന്നത്. ആദ്യത്തെ ഗുരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ PJ ചെറിയാൻ സാറാണ്. ചെറിയാൻ സാർ എന്നെ ഒരാഴ്ച കൊണ്ട്, നീ വർക്ക് ചെയ്തിട്ടില്ലല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞില്ല, വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരാഴ്ച എൻ്റെ കൂടെ വന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച ഞാൻ ചെറിയാൻ സാറിൻ്റെ കൂടെ വികാസവാണിയുടെ ഒരു വീഡിയോ മാഗസീൻ വർക്കിന് വേണ്ടി കുറച്ച് ദിവസം ഒരാഴ്ചയോളം വർക്ക് ചെയ്തതിന് ശേഷമാണ് എന്നെ സാറിൻ്റെ അടുത്ത് കൊണ്ടാക്കുന്നത്, സാലു സാറിൻ്റെ അടുത്ത് കൊണ്ടാക്കുന്നത്. പിന്നെ സാലു സാറിൻ്റെ അടുത്ത്, സാലു സാറിൻ്റെ ഏറ്റവും നല്ല സമയത്താണ് ഞാൻ ചെന്ന് ചേരുന്നത്. വീട്ടിൽ നിൽക്കാൻ സമയമില്ലാത്ത രീതിയിലുള്ള വർക്കുകൾ. അപ്പോൾ അന്ന് പോലെ സിനിമാറ്റോഗ്രാഫിയോട് വല്ലാത്തൊരു ഇത് തന്നെയാണ്. പിന്നെ ഇതിന് വന്നതിന് ശേഷമാണ്, സിനിമയിൽ വന്നതിന് ശേഷമാണ് ഒരു ഡയറക്ടർ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ട് പിന്നെ എനിക്ക് അതിനോടുള്ളൊരു ആരാധന വന്നു തുടങ്ങി. ആരാധനയല്ല, എനിക്ക് ഒരു പടം ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്നും ഇത്ര പെട്ടെന്ന് ചെയ്യുമെന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നായിരുന്നു.